എല്ലാവർക്കും നമസ്കാരം. ഇന്നീ സന്ദേശം നിങ്ങളിലേക്ക് എത്തിയതാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേറെ കാലമായി ഭാരമായി കിടക്കുന്ന എന്തെങ്കിലും ഒന്നിപ്പോൾ പതുക്കെ വിട്ടുകൊടുക്കേണ്ട സമയമായിരിക്കാം. നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പഴയ അനുഭവങ്ങൾ, പഴയ വിഷമങ്ങൾ, പഴയ ഇമോഷണൽ ബാഗേജ് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ഒരു ഡെയിലി ഗൈഡൻസ് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഇതൊരു ഡെയിലി ഗൈഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സമയമാണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയത്തേക്ക് എടുക്കാവുന്നതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ഭാരം ഇന്നത്തെ ദിനം. ഈ ഒരു കാർഡ് ഇന്ന് നിങ്ങളുടെ ഡേ എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ന് തരാൻ പോകുന്നത്. ഇന്നിവിടെ ഏഞ്ചൽസ് നിങ്ങളുടെ ഈ ഒരു ദിനം എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് തരാൻ പോകുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഭാരം ഇന്നത്തെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ടതില്ല എന്നുള്ളൊരു മെസ്സേജാണ്. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടാകാം. ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു ബന്ധത്തിലെ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, നഷ്ടപ്പെട്ട ഒരവസരം, നിങ്ങൾക്ക് ലഭിക്കാതെ പോയ ഒരു മറുപടി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കുന്ന എന്തെങ്കിലും ഒരു പഴയ കാര്യം, അല്ലെങ്കിൽ ഒരു തീരുമാനം, സംഭവം കഴിഞ്ഞു പോയിട്ടും അതിൻ്റെ ഇമോഷണൽ വെയിറ്റേജ് ഇപ്പോഴും നിങ്ങളോടൊപ്പം നടക്കുന്നു എന്നതാണ് ഈ ഒരു മെസ്സേജിലൂടെ ഏഞ്ചൽസ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാകാം. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിച്ചത്, ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർ എന്നോട് അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല, ഇനി ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും എന്നിങ്ങനെയുള്ള ചിന്തകൾ വരാം. അത്തരം ചിന്തകൾ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സമയത്തെ സമാധാനത്തെ പഴയ അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ചു വയ്ക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പീസ് കിട്ടാതെ ആകും. ഈ ഒരു സമയം ഏഞ്ചൽസ് തരുന്നത് പാസ്റ്റ് മറക്കണം എന്നല്ല, പകരം അത് സംഭവിച്ചു, അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു, ഇനി അതിൻ്റെ ഭാരം എൻ്റെ ഇന്നത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ് നോക്കുന്നതെങ്കിൽ, ഒരു ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ കാർഡിന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്ദേശമാണ് കാണിക്കുന്നത്. മുൻകാലത്തെ ഒരു റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ ബന്ധത്തിൽ സംശയങ്ങളോ ഭയങ്ങളോ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കുക. പഴയ ഒരാളുടെ തെറ്റിന് വേണ്ടി ഇപ്പോഴുള്ള ഒരാളെ ശിക്ഷിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു ബന്ധത്തിൽ അൺനെസസറി സ്പെൻഡിങ് അല്ലെങ്കിൽ ഇമോഷണൽ റിയാക്ഷൻസ് ഒഴിവാക്കി പരസ്പരം ബഹുമാനത്തിനും മനസ്സിലാക്കലിനും പ്രാധാന്യം നൽകുക എന്നതാണ് ഈ ഒരു സമയം ഏഞ്ചൽസ് ഈ ഒരു കാർഡിലൂടെ തരുന്ന ഗൈഡൻസ്. നിങ്ങൾ സിംഗിൾ ആണ്, ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പഴയ ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഇപ്പോഴും മനസ്സിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കാം. പുതിയൊരു തുടക്കത്തിന് മുൻപ് പഴയ വേദനയെ അംഗീകരിച്ച് പതുക്കെ റിലീസ് ചെയ്യുന്നത് മുന്നോട്ടുള്ളൊരു പുതിയ റിലേഷന് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. ഈ മണി ആൻഡ് കരിയർ ഗൈഡൻസ് ആയിട്ട് ഇന്നത്തെ ദിവസത്തിന് വന്നിട്ടുള്ളത്, സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് എക്സ്ട്രാ സ്പെൻഡിങ് ശ്രദ്ധിക്കുക. മനസ്സിൽ സ്ട്രെസ്സ് കുറയ്ക്കാനായി ഷോപ്പിംഗ്, അൺനെസസറി പർച്ചേസസ്, ഇമ്പൾസീവായിട്ട് സ്പെൻഡിങ് എന്നിവയിലേക്ക് പോകാതിരിക്കുക. എനിക്ക് സന്തോഷം വേണം എന്നൊരു ഇമോഷണൽ ഫീലിംഗ് കൊണ്ട് ഉടൻ പണം ചെലവാക്കുന്നതിന് മുൻപ് ഇത് യഥാർത്ഥത്തിൽ ആവശ്യമാണോ എന്ന് ചിന്തിക്കുക. ഇനി കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ, പഴയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടായി കാണരുത്. ഒരു പഴയ ഫെയിലിയർ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെ ഫെയിലിയർ അല്ല എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ ചെറിയൊരു ശരിയായിട്ടുള്ളൊരു തീരുമാനം പോലും നാളത്തെ ഒരു വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാം. നിങ്ങളുടെ ആ ഒരു പാത്ത് മാറ്റാനായി കഴിയും. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് നിങ്ങളോട് ഈ ഒരു സമയം ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കടന്നു പോയതിനെ ബഹുമാനിക്കുക, പക്ഷെ അതിൻ്റെ ഭാരമെന്നും ചുമക്കേണ്ടതില്ല. പാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതിനെ വിട്ടയക്കുക. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ റിലീസ് ചെയ്യുക, അത് ലെറ്റ് ഗോ ചെയ്യുക. മറ്റുള്ളവരുടെ അഭിപ്രായം, പഴയ സംഭവങ്ങൾ, കഴിഞ്ഞുപോയ തീരുമാനങ്ങൾ ഇവയെല്ലാം വീണ്ടും വീണ്ടും മനസ്സിൽ റീപ്ലേ ചെയ്യുന്നതിനു പകരം ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല കാര്യത്തിലേക്ക് ശ്രദ്ധ മാറ്റുക. ഈ ഒരു സമയം ഏഞ്ചൽസ് തരുന്ന ചില റെമഡീസ് ഈ ഒരു കാർഡിലൂടെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. റോസ് ക്വാർട്സ് അല്ലെങ്കിൽ
സെലസ്റ്റൈറ്റ് പോലുള്ള ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നവർക്ക് അവയെ ആത്മീയ പ്രാക്ടീസിൻ്റെ ഭാഗമായി ഉപയോഗിക്കാം. അതായത് അതിലൊരു എനർജി ഉണ്ട്, നമ്മൾ അതിലൊരു വിശ്വാസത്തോടു കൂടി ധരിക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫ് ലവ് ഇതിൽ വരുത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ വൈറ്റ് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡായിട്ടുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലാണെങ്കിൽ ഈ ഒരു ദിവസം ധരിക്കുന്നത്, ഈ ഒരു സമയം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവീ രൂപത്തെ പ്രാർത്ഥനയോടെ സ്മരിക്കുക. ഏത് ഭഗവാനെയാണ് നിങ്ങൾ സ്മരിക്കുന്നത്, വിളിക്കുന്നത്, ആ ഒരു ഭഗവാനെ വീണ്ടും വിളിക്കുക, പ്രാർത്ഥിക്കുക. ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ഒരു പാർട്ട്ണറിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ഇമോഷണൽ സ്ട്രെസ് മൂലമുള്ള ആവശ്യമില്ലാത്ത റിയാക്ഷൻസ് കുറയ്ക്കാനായിട്ടും നോക്കുക. എക്സ്ട്രാ സ്പെൻഡിങ് നിയന്ത്രിക്കുക. കാർഡിലിപ്പോൾ ഈ ഒരു മെസ്സേജ് പറയുന്ന രീതിയിലാണെങ്കിൽ ക്ഷേത്രത്തിൽ ശുദ്ധമായ ഒരു പശുവിൻ്റെ നെയ്യ് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ആത്മീയ റെമഡിയായി സ്വീകരിക്കുക. ഇപ്പോൾ നെയ്യ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അമ്പലത്തിൽ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നെയ്യ് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം, ഇപ്പോൾ എല്ലാ പേർക്കും അത് ചെയ്യാനായിട്ട് കഴിയില്ല എങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ ഡ്രസ്സിൽ ചേഞ്ച് വരുത്തുക, നമ്മുടെ ഒരു ചിന്താഗതിയിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഏഞ്ചൽസ് ഇവിടെ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ കഥയുടെ ഒരു ഭാഗമാണ്, അത് ഫുൾ സ്റ്റോറി അല്ല. ഇന്നൊരു ചെറിയ തീരുമാനം എടുക്കുക, പഴയത് പാഠമായി സ്വീകരിക്കുക. പക്ഷേ പഴയ വേദനയെ എൻ്റെ ഇന്നത്തെ സമാധാനം നിയന്ത്രിക്കാനായി അനുവദിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറയ്ക്കണം. നിങ്ങളുടെ മനസ്സിന് കുറച്ച് സ്പേസ് കൊടുക്കൂ. സ്വയം കുറ്റപ്പെടുത്തുന്നത് കുറയ്ക്കുക. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ റിലീസ് ചെയ്യുക. ഇന്നൊരു പുതിയ ഇമോഷണൽ ചാപ്റ്റർ ആരംഭിക്കാനായിട്ടുള്ള ഒരു ചെറിയ അവസരമായി കാണാം. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡെയിലി ഗൈഡൻസ് ആൻഡ് ബ്ലെസ്സിങ്സിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. സേവ് ചെയ്ത് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളിന് കൊടുക്കണമെങ്കിലും കൊടുക്കാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു ഡിവൈൻ. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.